Happy Sabbath, brothers and sisters. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശബ്ദം നേരുന്നു. It's a pleasure to be with you this morning, this Sabbath. ഇന്ന് ഈ ശബ്ദത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരെയും കാണുന്നത് അതിയായ സന്തോഷമുണ്ട്. This is my second time to India. ഇന്ത്യയിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. And I'm from Brazil. ഞാൻ ബ്രസീലിൽ നിന്നാണ്. So I enjoy the weather. It's very similar to Brazil. ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടമാണ്, കാരണം ബ്രസീലിലുള്ളതുപോലുള്ള കാലാവസ്ഥ തന്നെയാണ് ഇവിടെ. I also enjoy the fruits here. ഇവിടെയുള്ളതായ പഴവർഗ്ഗങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചു. And I'm coming to enjoy more and more the people of India. ഇന്ത്യയിലുള്ളതായ മനുഷ്യരുമായി ഇടപഴകുന്നതിനും അവരുടെ സൗഹൃദം ആസ്വദിക്കുന്നതിനും ഞാൻ കടന്നു വരികയാണ്. And as I was sharing with somebody this week, I was saying that I'm feeling also a burden for the people here. ഞാൻ ഈ ആഴ്ചയിൽ മറ്റൊരാളുമായി പങ്കുവച്ചതുപോലെ തന്നെ ഇന്ത്യയിലുള്ളതായ ജനത്തെക്കുറിച്ചുള്ളതായ ഒരു എരിവും എന്നിൽ ഉണ്ട്. So it's my privilege to be here with you this morning. ആയതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഒരു പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. And I just want to make a few comments on the introduction that was made. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ചെറിയ കറക്ഷൻസ് വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I am involved in the recording of Ellen White's writings in audio. LNG Whiteന്റെ എഴുത്തുകളുടെ റെക്കോർഡിംഗിൽ ആണ് ഞാൻ വ്യാപൃതനായിരിക്കുന്നത്. And Pastor Prakash already recorded a few books with his own voice. ഞാൻ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചില ബുക്കുകളൊക്കെ LNG Whiteന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. How many have listened to any of the books that he recorded? ഞാൻ റെക്കോർഡ് ചെയ്ത ബുക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Any hands? ആരെങ്കിലും കേട്ടവരുണ്ടോ? Okay, so this is a good time to introduce the subject. അതുകൊണ്ട് ഈ വിഷയം നിങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള തക്ക സമയം ഇത് തന്നെയാണ്. So you have the writings of Ellen White available. Some of you own books of Ellen White in Malayalam. LNG Whiteന്റെ മലയാളത്തിലുള്ളതായ പുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട്. But did you know that you can actually listen to those books? ആ പുസ്തകങ്ങളെ കേൾക്കാം എന്നുള്ളതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? Did anybody know this? അത് നിങ്ങൾക്ക് ആർക്കും അറിയാമായിരുന്നു? Yes? Well, I saw one hand. I'm trying to get a feel of how many people knew. ഇത് ഇങ്ങനെ മലയാളത്തിലുണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഒരു കൈ കണ്ടു. നിങ്ങൾ പലർക്കും അറിയാം എന്ന് ഞാൻ കരുതിയിരുന്നു. So the reason for listening is not that you don't want to read, but you can listen in time that you couldn't read. നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത സമയത്തും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ഓഡിയോ ബുക്സിന്റെ പ്രസക്തി കൂടുന്നത്. So faith comes by hearing. ദിവസം പറയുന്നത് വിശ്വാസം കേൾവിയാൽ വരുന്നുവെന്നാണ്. Hearing is very important. And I have read the books of Ellen White only a certain amount, but I have listened to much more than what I have read. ഞാൻ വൈറ്റിന്റെ പുസ്തകങ്ങൾ ചിലത് മാത്രമാണ് വായിച്ചിട്ടുള്ളത്, എന്നാൽ എല്ലാ പുസ്തകങ്ങളും കേൾക്കുവാൻ പല ആവർത്തി എനിക്ക് സാധിച്ചു. So where can you listen to the books? ഈ പുസ്തകങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നത്? There's a website called Ellen White Audio. Ellen White Audio എന്ന് പറയുന്നതായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. And one of the languages there is Malayalam. അതിൽ പല ഭാഷകളുണ്ട്, അതിലൊരു ഭാഷ മലയാളമാണ്. But if you have on your phone, you can download the app Ellen White Audio. നിങ്ങൾക്ക് മൊബൈലുകൾ ഉള്ളവർക്ക് EGW എന്ന് പറയുന്നതായ ഒരു വെബ്സൈറ്റ്, EGW ഓഡിയോ എന്ന് പറയുന്നതായ ഒരു ആപ്പ് ഉണ്ട്. അത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. And there are people from Kerala who are helping in the development of that app. ഈ മലയാളം ഓഡിയോ ബുക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് കേരളത്തിൽ നിന്നുള്ളതായ ആൾക്കാരാണ് എന്നെ സഹായിക്കുന്നത്. So I encourage you to browse and use that resource. ആ കാര്യാദികൾ അഥവാ അത് നമുക്ക് ലഭ്യമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Soon we will have more books in audio. താമസിയാതെ ഇനി ധാരാളം പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും.
And another thing that was mentioned was that I studied at Andrews. My brother studied at Andrews, but my study was in Loma Linda. That's where I met the pioneer history. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു പറഞ്ഞു ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി പഠിച്ചു. ഞാൻ ലോമാ ലിൻഡ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. I went to study a master's of science or biology, but the real goal was science and religion. ഞാൻ ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ ലോമാ ലിൻഡ യൂണിവേഴ്സിറ്റിയിൽ ശാസ്ത്രവും വേദപുസ്തകവും തമ്മിലുള്ളതായ കണക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ ഞാൻ പോയത്. But then I met the director of the Adventist Pioneer Library Project. ആ സമയത്ത് ഈ അഡ്വന്റിസ്റ്റ് പൈനിയർ ലൈബ്രറി പ്രോജക്റ്റിന്റെ ഡയറക്ടറെ ഞാൻ അവിടെ കാണുകയുണ്ടായി. And I ended up renting a room from his house while I was studying. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു മുറി വാടകയ്ക്ക് എടുത്ത് താമസിക്കുവാൻ തുടങ്ങി. That's how I was becoming more acquainted with our history as a people. ആ സമയത്താണ് ഞാൻ ചെയ്യുന്നതായ ഈ മിനിസ്ട്രി അത് അനിവാര്യമായ ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. And I have been involved with the ministry ever since 2009. 2009 മുതൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേ വരികയാണ്. And for me it has been a pleasure and a real deepening of the spiritual experience to learn about Adventist history, because it helped me to understand where I came from and which direction I'm going. എൻ്റെ ആത്മീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ പഠനം എന്നെ സഹായിച്ചു. കാരണം സെവൻത് അഡ്വന്റിസ്റ്റ് സഭയുടെ ചരിത്രം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുവാൻ അത് എന്നെ വളരെയധികം സഹായിച്ചു. So, just to finish this part and then we'll go into the message. There's a book called Maha Punaragamana Prasthana. Did I say it right? No? Maha Punaragamana Prasthana, the Great Advent Movement, Malayalam അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. Okay, this book is available now in print form. Pastor Rajamani translated that. ആ പുസ്തകം പാസ്റ്റർ രാജമണി ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ലഭ്യമാണ്. Is the best book on Adventist history. അഡ്വന്റിസ്റ്റ് സഭയുടെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പുസ്തകമാണ്. Why is it the best? Why is it the best? അത് എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല പുസ്തകമായിരിക്കുന്നത്? Because it was written by somebody that actually lived the beginning of the movement. അത് ഏറ്റവും നല്ല പുസ്തകമാണ് എന്ന് പറയാനുള്ളതായ കാരണം സെവൻത് അഡ്വന്റിസ്റ്റ് സഭ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ സഭയോട് ചേർന്നതായ ഒരു വ്യക്തി എഴുതിയതായ പുസ്തകമാണ്. John Loughborough was only 12 years old in 1844. ജോൺ ലെഫ്ബറോ എന്ന് പറയുന്നതായ ആ വ്യക്തി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായ സമയത്ത് 12 വയസ്സ് മാത്രമുള്ള വ്യക്തിയായിരുന്നു. He saw many of the early events. അദ്ദേഹം നമ്മുടെ സഭയുടെ ആദ്യകാല പ്രവർത്തകരെ കണ്ടുള്ളതായ വ്യക്തിയാണ്. When James and Ellen were traveling, they invited him to go with them. LG വൈറ്റും തന്റെ ഭർത്താവും യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെയും അവരുടെ യാത്രകളിൽ കൂടിയിട്ടുണ്ട്. When she received visions, more than 50 times he was there in the congregation, so he saw the vision. വൈറ്റ് ദർശനങ്ങളെ കാണുന്നതായ അവസ്ഥയിൽ 50-ൽ കൂടുതൽ പ്രാവശ്യം ദൃക്സാക്ഷിയാകുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. And finally one day she told him, "You must write what you have seen." എന്നാൽ പിന്നത്തെ ഒരിക്കൽ വൈറ്റ് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, താങ്കൾ കണ്ടതായ കാര്യങ്ങൾ തീർച്ചയായും എഴുതണം എന്ന് പറഞ്ഞു. And he wrote, and the book that he wrote was called Rise and Progress of Seventh-day Adventists. അദ്ദേഹം എഴുതിയതായ പുസ്തകമാണ് സെവൻത് അഡ്വന്റിസ്റ്റ് സഭയുടെ ആരംഭവും വളർച്ചയും. But in 1902, the 1902 the Review and Herald, where the plates for printing the book were stored, burned to the ground. 1902 ഈ പുസ്തകം പ്രിന്റ് ചെയ്തതായ ആ റിവ്യൂ ആൻഡ് ഹെറാൾഡ് പ്രസ് കത്തിപ്പോയി. So he had to rewrite the book. ആ പുസ്തകം അത് പ്രിന്റ് ചെയ്തതിനു ശേഷം അതിന്റെ കൈയെഴുത്ത് പ്രതികളെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വീണ്ടും അത് എഴുതേണ്ടതായി വന്നു. And he enlarged the book, and this is the great Second Advent movement. It was the result. ഈ പുനരാഗമന പ്രസ്ഥാനത്തെ കുറിച്ച് എഴുതിയതായ പുസ്തകം അത് വളരെ വിശദമായി എഴുതിയതായ പുസ്തകമാണ് ഇപ്പോൾ നാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. Ellen White said that the leaders of our church should see what can be done for the circulation of this book. സിസ്റ്റർ പറയുകയുണ്ടായി, നമ്മുടെ സഭയുടെ നേതൃത്വം ഈ പുസ്തകത്തിന്റെ വ്യാപനത്തിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം.
But God's grace, Pastor Prakash and other leaders are promoting this book for the church. ദൈവകൃപയാൽ സഭയുടെ നേതൃത്വം ഇത് പ്രസിദ്ധപ്പെടുത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But even if they promote the books, it won't help if the people don't receive the book. ഒരുപക്ഷെ ഞങ്ങൾ അത് പ്രസിദ്ധീകരിച്ച് അത് ഇങ്ങനെ പരസ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവർ അത് വാങ്ങുകയോ വായിക്കുകയോ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. So when you're able, please get this book and read it. It will strengthen your faith. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായ സമയത്ത് അത് വാങ്ങി അത് വായിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടും. Okay, so let's go to our topic this morning. അങ്ങനെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. And the topic is the righteousness of Christ. ക്രിസ്തുവിന്റെ നീതി എന്നുള്ളതായ വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. Please open your Bible with me in Revelation chapter 3. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. We're going to read from verse 14. അത് 14-ാമത്തെ വാക്യം മുതൽ വായിക്കാം. Revelation 3 verse 14. 3-ാം അധ്യായം 14-ാം വാക്യം. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്തു. So it gives the names of who's speaking. ഒരു മുഴുവൻ പഠനത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ വാക്യത്തിൽ നമ്മൾ പറയും. These things said who? The Amen. ഇത് ആരാണ് പറയുന്നത്? ആമേൻ എന്ന് പറയുന്നവരാണ് പറയുന്നത്. The faithful and true witness. സത്യവാനായ സാക്ഷിയാണ് ഇത് സാക്ഷീകരിക്കുന്നത്. The beginning of the creation of God. സർവ സൃഷ്ടികളുടെയും ആരംഭമായവൻ തന്നെ. So if you go to a court and you're being tried, would you like to have a faithful and true witness by your side? ഒരുപക്ഷെ നാം കോടതികളിൽ പോകേണ്ടി വരുന്നതായ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളതായ സത്യവാനായ ഒരു സാക്ഷിയെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹമുണ്ടാകുമോ? If it was a false witness, you would be in trouble. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നതായ സാക്ഷി കള്ളസാക്ഷിയാണ് എങ്കിൽ നാം പ്രശ്നത്തിൽ ആവുകയും ചെയ്യും. But if it is a true witness, you can trust his testimony. എന്നാൽ നമുക്ക് ലഭിക്കുന്നതായ സാക്ഷി അത് സത്യ സാക്ഷിയാണ് എങ്കിൽ അത് നമ്മെ സഹായിക്കും. Now let me ask you this: if it is a true witness, can you trust his testimony completely? അത് ഈ സത്യവാനായ സാക്ഷിയാണ് എങ്കിൽ ആ സത്യവാനായ സാക്ഷി നൽകുന്നതായ സാക്ഷ്യം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുമോ? What if he says something that you disagree? ഒരുപക്ഷെ നാം യോജിക്കാത്തതായ ചില കാര്യങ്ങൾ ആ സത്യവാനായ സാക്ഷി പറയുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യും? Would it still be true? നമുക്ക് യോജിപ്പില്ല എങ്കിലും അത് സത്യമാണ് എന്ന് നാം വിശ്വസിക്കുമോ? Yes, right? തീർച്ചയായും അങ്ങനെ തന്നെ. So if the faithful and true witness is speaking to us, we must listen, even if we don't agree with what's being said. ഇവിടെ ദൈവമായ കർത്താവ് സത്യവാനും വിശ്വസ്തനുമായ സാക്ഷി ആയതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ചില തീരുമാനങ്ങളും നമ്മുടെ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെ തെറ്റാണെങ്കിൽ പോലും ഈ സത്യമായ സാക്ഷി പറയുന്നത് നാം കേൾക്കുകയും വിശ്വസിക്കുകയും വേണം. We may even think that it doesn't mean us. ഒരുപക്ഷെ ഇത് പറയുന്നത് നമ്മോട് തന്നെ അല്ല എന്ന് പോലും നാം ചിന്തിക്കും. But we need to rethink and come back and say, Lord, that means me. I trust you. ഇത് എന്നോടല്ല പറഞ്ഞിരിക്കുന്നത് എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പോലും നാം മടങ്ങി വന്ന് ദൈവത്തിന്റെ വചനം പരിശോധിക്കുകയും അത് എന്നോടാണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം. He says, I know thy works. ഇവിടെ ഈ സത്യവാനായ സാക്ഷി പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. That thou art neither cold nor hot. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. I would thou wert cold or hot. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. So then, because thou art lukewarm and neither cold nor hot, ഇങ്ങനെ ശീതവാനോ ഉഷ്ണവാനോ അല്ലാത്തതുകൊണ്ട് I will spew thee out of my mouth. ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴുകളയും. Who is he talking to? ഇത് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? Is it us? എന്നെ കുറിച്ചാണോ? Is it the church of today? ഇന്നത്തെ സഭയെ കുറിച്ചാണോ സംസാരിക്കുന്നത്? Yes or no?
Yes. Okay. But not me, right? It means the other people of the church. ഇത് സഭയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ എന്നെക്കുറിച്ചല്ല. Right? Is that right or no? ശരിയാണോ തെറ്റാണോ? Or am I included? ഈ സഭയെ എന്ന് പറയുന്നത്, സഭയെക്കുറിച്ച് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളതായ സഭയെക്കുറിച്ചാണോ പറയുന്നത്? Because if I'm included, he is saying that I'm lukewarm. ഞാൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഞാൻ ശീതോഷ്ണവാനാണെന്നാണ്. I know that brother so and so is lukewarm, and sister so and so are lukewarm as well. They are lukewarm, but me? ഒരുപക്ഷെ ഞാനത് വായിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിരോധിച്ചുകൊണ്ട് പറയും, ചിലര് എനിക്ക് അറിയാം ചിലര് ഈ ശീതോഷ്ണവാന്മാരായ അവസ്ഥയിലാണ്, എന്നാൽ ഞാൻ അങ്ങനെ അല്ല എന്ന് പറയാം. So in verse 17 it says, because thou sayest, I am rich and increase with goods and have need of nothing. 17ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. Now, when and where are we saying this? നാം എവിടെയാണ് എപ്പോഴാണ് ഇത് പറയുന്നത്? When is the last time you said it? ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് പറഞ്ഞത്? You may be contenting yourselves, as I was, thinking, I don't say that. ഒരു പക്ഷേ നമ്മൾ പലരും നമുക്ക് ഉള്ളത് വെച്ച് നാം തൃപ്തിപ്പെട്ട് എനിക്ക് ഒരു കുറവുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. But do we remember who is speaking? എന്നാൽ ഇത് ആരാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാമോ? Who is he? ഇതാരാണ് സംസാരിക്കുന്നത്? The faithful and true witness. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയാണ് സംസാരിക്കുന്നത്. He does not lie. ഞാനല്ല സംസാരിക്കുന്നത്. So he is saying that we say this. ആ കർത്താവ് പറയുകയാണ്, നാം ഈ അവസ്ഥയിലാണ്. We must accept and say, Lord, if I don't realize this, help me to see. നാം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുകയും കർത്താവേ എന്നെ സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പറയണം. And he says, and knowest not that thou art wretched and miserable and poor and blind and naked? നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും ധനവാനും എന്ന് അറിയാതിരിക്കുക. Now imagine the scene. The person is blind, is walking naked on the street. ഒരു കടലിൽ കണ്ണ് കാണാത്തതായ ഒരു വ്യക്തി നഗ്നനായി നടക്കുന്നതിനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. Doesn't have any money. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കാശുമില്ല. It's a miserable, wretched person. വളരെ ദരിദ്രനായ അല്ലെങ്കിൽ ഒന്നിനും കേൾപ്പില്ലാത്തതായ ഒരു വ്യക്തി. It's not seeing anything. It's just stumbling things. ഒന്നും കാണാൻ കഴിയാത്തതായ ഒരു വ്യക്തി. But when you come to help the person, എന്നാൽ ഒരു ആളെ സഹായിക്കുവാൻ വരുന്ന സമയത്ത് the person says, "Stop! I don't need it." ഈ ദരിദ്രനായ അല്ലെങ്കിൽ കുരുടനായ മനുഷ്യനെ ആരെങ്കിലും സഹായിക്കാൻ വരുന്ന സമയത്ത് എന്നെ സഹായിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിച്ചാൽ, I am rich. ഞാൻ ധനികനാണ്, I don't need your money. എനിക്ക് നിന്റെ കാശ് വേണ്ട, And I'm well dressed. ഞാൻ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു, I don't need your clothing. നിന്റെ വസ്ത്രം എനിക്ക് വേണ്ട, And I'm in pretty good situation. ഞാൻ അത്യാവശ്യം നന്നായിട്ടാണ് നടക്കുന്നത്. How could you help that person? അങ്ങനെ പറയുന്നതായ ഒരു വ്യക്തിയെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? Can you help? നമുക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സഹായിക്കാൻ കഴിയുമോ? Why not? എന്തുകൊണ്ടാണ്? You have money to help. ഒരുപക്ഷെ സഹായിക്കാൻ പോകുന്നവരുടെ പക്കൽ കാശുണ്ട്. And the person is naked. You have clothes. You can help. ഈ സഹായം ആവശ്യമായ വ്യക്തി കുരുടനും നഗ്നനുമാണ്. But why you can't help? പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയാതെ പോകുന്നത്? Because they will not help. കാരണം ആ സഹായം സ്വീകരിക്കുവാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. But if they knew that they were naked and poor and blind, they would obviously require help. എന്നാൽ വേദോസ്തവം പറയുന്നതുപോലെ അവർ ദരിദ്രരും കുരുടനും നഗ്നരുമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് എങ്കിൽ ആ സഹായം പെട്ടെന്ന് അവർ സ്വീകരിക്കും. But as it is written here, they know not that they are in this. ഇവിടെ വേദോസ്തവം പറയുന്നതുപോലെ അവർ അറിയായ്ക കൊണ്ട് അവർ അത് സ്വീകരിക്കുന്നില്ല. But it's a hypothetical scenario. I'm talking about somebody in the street.
ഞാൻ പട്ടണത്തിലുള്ളതായ മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. But what Jesus is saying is not hypothetical at all. He's talking about us. ഈ ലവോദിക്ക പട്ടണത്തിലുള്ളതായ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നാം അത് എന്നെ കുറിച്ചല്ല എന്ന് ചിന്തിക്കും. എന്നാൽ ഇന്ന് ഇത് നമ്മോടാണ് സംസാരിക്കുന്നത്. And if you notice the words, it says, "And you know not." നീ അത് തിരിച്ചറിയില്ല, അത് അറിയായികയാൽ എന്ന് വേദപുസ്തകം പറയുന്നു. So if I am naked and I know not, and he's saying the truth that I know not, what should I do? Should I say I'm not naked, or should I say, Lord, clothe me then? നഗ്നനായിരിക്കെ ഞാനത് തിരിച്ചറിയാതെ ഞാൻ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് എങ്കിൽ കർത്താവ് നമ്മോട് നീ നഗ്നനാണെന്ന് പറയുന്നത് അത് സ്വീകരിക്കുകയാണോ വേണ്ടത്, അതോ നിരസിക്കുകയാണോ വേണ്ടത്? If I'm blind, he's saying you are blind. I have the eyes have for you. What should I say? Lord, I'm not blind, or should I say, Lord, help me to see? ഞാൻ അന്ധനായിരിക്കെ കണ്ണിലെഴുതാനുള്ളതായ ലേപം ക്രിസ്തു നൽകാമെന്ന് പറയുമ്പോൾ എനിക്ക് അത് വേണ്ട, എനിക്ക് കാണാം എന്ന് പറഞ്ഞത് തിരസ്കരിക്കുകയോ മറിച്ച് കർത്താവ് എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്, എനിക്ക് കാണണം എന്ന് പറയുകയാണോ വേണ്ടിയത്? So we either accept by faith what he's saying, or we reject. And if we reject, we are calling him a liar. നാം കർത്താവ് നമ്മെ സഹായിക്കുവാൻ വരുന്ന സമയത്ത് നാം ആ സഹായം സ്വീകരിക്കാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നാം ആ സഹായത്തെ തിരസ്കരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ കള്ളനാക്കുകയാണ് നാം ചെയ്യുന്നത്. Now, what we're talking about is a condition that the Laodicean church has. നാം ലവോദിക്ക സഭയിലുള്ളതായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. We're in a hospital setting. നാം ഇപ്പോൾ ഒരു ആശുപത്രി ക്യാമ്പസിലാണ് ഉള്ളത്. People come here with diseases. ധാരാളം രോഗ അവസ്ഥയിലാണ് ഇവിടെ ആൾക്കാർ കയറി വരുന്നത്. I believe it's one of the worst things for a physician to realize the person is diseased, but the person doesn't recognize it and doesn't want to be cured. ഒരു രോഗി കടന്നു വരുമ്പോൾ ഡോക്ടർ ആ രോഗത്തെ അതിന്റെ തീഷ്ണതയെ മനസ്സിലാക്കുകയും എന്നാൽ ആ രോഗം ഇല്ല എന്ന് ഒരു രോഗി പറയുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥ വളരെ ഭയാനകരമാണ്. So the heavenly physician സ്വർഗീയ വിശ്വകരൻ is speaking to us. നമ്മോട് സംസാരിക്കുന്നത്, He's saying, you have this condition. നിനക്ക് ഈ പ്രശ്നമുണ്ട്. But he doesn't stop in describing what we have. നമ്മുടെ പ്രശ്നത്തെ വിവരിച്ചിട്ട് ആ ഡോക്ടർ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. He counsels us. അവൻ നമ്മെ ഉപദേശിക്കുന്നു. It's like giving a prescription. ഒരു കുറിപ്പ് എഴുതി തരികയാണ്. He says, I counsel thee to buy of me gold tried in the fire. നീ സമ്പന്നൻ ആകേണ്ടതിന് തീ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. So gold tried in the fire, white raiment, and eye salve. തീയിൽ ഊതി കഴിച്ച പൊന്നും കണ്ണിൽ എഴുതാനുള്ളതായ ലേപവും വാങ്ങുവാൻ ആവശ്യപ്പെടുകയാണ്. So basically, the three things that he's counseling us to buy are gold tried in the fire, and we know it doesn't mean the metal, the yellow metal that we know. കർത്താവ് നമ്മോട് വാങ്ങുവാൻ പറയുന്നതായ മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ പൊന്ന് വിലയ്ക്ക് വാങ്ങുവാൻ പറയുന്നു. ഈ പൊന്ന് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് നാം കാണുന്നതായ ലോഹ പൊന്നിനെ കുറിച്ചല്ല പറയുന്നത്. So the gold means pure faith and love. ഈ പൊന്ന് എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസത്തെയും സത്യത്തെയും കാണിക്കുന്നു. The second thing, white raiment. He's not talking about cotton clothes. നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങുവാൻ പറയുമ്പോൾ നാം ഇന്ന് ധരിക്കുന്നതായ വസ്ത്രത്തെ കുറിച്ചല്ല പറയുന്നത്. He's talking about his garments of righteousness which he has woven. ക്രിസ്തുവിന്റെ നീതി വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. And then he says, eye salve. It's not the drops that we can buy at the pharmacy. പിന്നെ കണ്ണിൽ എഴുതാനുള്ളതായ ലേപം വിലയ്ക്ക് വാങ്ങുവാൻ പറയുന്നു. അത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് വാങ്ങുന്നതായ ആ കൺമഷി അല്ല. But according to what Ellen White says,
the eye salve is spiritual discernment, so that we can discern between our own righteousness or self-righteousness and true righteousness. കണ്ണിൽ എഴുതേണ്ടതായ ലേഖനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് നമ്മുടെ നീതിയല്ല, നമ്മുടെ നീതി മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ നീതി നമ്മൾ ധരിക്കുന്നതിനെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്. It all boils down to righteousness. How do we obtain righteousness? ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ നാം എപ്രകാരമാണ് ഒരു നീതിയുക്തമായ ജീവിതം നയിക്കുന്നത്, നമുക്ക് എപ്രകാരം നീതിയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. How can we be righteous before God? ദൈവസന്നിധിയിൽ നമുക്ക് നീതിയോടെ എപ്രകാരം ജീവിക്കുവാൻ സാധിക്കും. Why is this important? Why is this important? ഇത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? What's the result of being righteous before God? ദൈവസന്നിധിയിൽ നാം നീതിയുള്ളവരായിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? You're forgiven, right? You're forgiven. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴാണ് നാം നീതിയുള്ളവരായി തീരുന്നത്. You can be accepted into heaven. നമുക്ക് നമ്മെ ദൈവരാജ്യത്തിൽ സ്വീകരിക്കുവാൻ ഒരു അവസ്ഥ നമുക്കുണ്ടാകും. If you're righteous before God, you will not be destroyed with the rest of the wicked. നാം നീതിയുള്ളവരാണ് എങ്കിൽ ദുഷ്ടന്മാരോടൊപ്പം നമ്മെ ദൈവം നശിപ്പിച്ചു കളയുകയില്ല. Not being righteous before God means destruction. ദൈവം മുമ്പാകെ നാം നീതിയുള്ളവരല്ല എന്നതിനർത്ഥം നാം നശിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരാണ്. If I'm not justified, I will be condemned. എന്നെ നീതീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, ദൈവം എന്നെ നീതീകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ദുഷ്ടന്മാരോടൊപ്പം എണ്ണപ്പെടും. And condemnation means eternal death. നമ്മെ നീതിമാനല്ല എന്ന് വിധിക്കുന്നതിന്റെ അർത്ഥം നമ്മെ നിത്യമായ നാശത്തിലേക്ക് വിധിക്കുക എന്നർത്ഥം. I am not interested in eternal death at all. നിത്യമായ മരണത്തിൽ ഞാൻ ഒരിക്കലും താല്പര്യമല്ല. I'd like to have eternal life. എനിക്ക് നിത്യമായ ജീവിതം ആണ് അനിവാര്യമായിരിക്കുന്നത്. How can we then receive eternal life? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ നിത്യ ജീവിതം എനിക്ക് ലഭിക്കുവാൻ കഴിയുന്നത്? We can only have it if we are righteous before God. ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യജീവൻ ലഭിക്കുവാൻ കഴിയുകയുള്ളൂ. But then the question comes, how to obtain that righteousness which will pass the judgment and have us be righteous before God? അങ്ങനെയാണെങ്കിൽ നാം ചോദിക്കേണ്ടത്, ദൈവനീതി എനിക്ക് എപ്രകാരം കിട്ടും? എന്റെ പാപമംഗലമായ ജീവിതത്തിന്റെ ന്യായവിധി സമയത്ത് ഞാൻ കുറ്റം വിധിക്കപ്പെടാതെ നീതിമാനായി ദൈവം എപ്രകാരം എന്നെ വിധിക്കും എന്നത് നാം അറിഞ്ഞിരിക്കണം. So with the purpose of being righteous before God, many have taken different routes in history. ദൈവം എപ്രകാരമാണ് മനുഷ്യരെ നീതീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ ധാരാളം ജീവിതങ്ങളെ നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്നിട്ടുണ്ട്. Some have thought that if they go through flagellations, if they hurt themselves, then they become righteous before God and get saved. ചിലർ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുവാൻ നാം വിട്ടുകൊടുത്താൽ നമുക്ക് ദൈവത്തിന്റെ നീതി ലഭിക്കും എന്നുള്ളതാണ്. Others make pilgrimages, long pilgrimages to achieve salvation. ചിലര് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ദീർഘമേറിയ തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. Others go helping other people, helping the needy, thinking that way they can be righteous. മറ്റു ചിലർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു, കാരണം അതിലൂടെ രക്ഷ നേടാമെന്ന ചിന്തയിലൂടെ. Others trust to the system of the church. If they do several things that the church says, then they can be righteous before God. മറ്റു ചിലർ സഭ അനുവർത്തിക്കുന്നതായ ചില ചിട്ടകൾ അനുവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് അനുസരിക്കുന്നതിലൂടെ രക്ഷ നേടാമെന്ന ചിന്തയിൽ ജീവിക്കുന്നവരുണ്ട്. But all these are in great mistake. They are erring from the Lord. എന്നാൽ ഈ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ദൈവനീതിയിൽ നിന്ന് വളരെ അകലെയാണ്. Because to be righteous before God, you have to not sin your whole life. ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതകാലവും പാപം ചെയ്യാതെ ജീവിക്കുക എന്നാണ് അർത്ഥം. If you want to be righteous before God, you cannot have one single sin in your whole life. ദൈവസന്നിധിയിൽ നീതിമാന്മാരായി നാം കണക്കാക്കപ്പെടണമെങ്കിൽ സാധാരണഗതിയിൽ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്തവരായിരിക്കണം. That's one way of being righteous. അത് ആണ് നീതിമാന്മാരായി ജീവിക്കുന്നതിനുള്ള ഒരു മാർഗം.
How many think they qualify with that route if you're righteous? നീ നീതിമാനാകണം എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. And the way to inspect is through God's great moral glass. It's the mirror. അത് നാം നീതിമാന്മാരാണോ എന്ന് അറിയുന്നതിന് ദൈവം ഒരു ധാർമ്മിക കണ്ണാടി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നാം നീതിമാന്മാരാണോ എന്ന് കാണുവാൻ സാധിക്കും. Let's just for the sake of the example, pretend that this is a mirror. ഇത് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ മൊബൈലിൽ കാണിച്ച് ഇത് ഒരു കണ്ണാടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. So God has His great moral mirror, which are the 10 commandments. ദൈവത്തിന്റെ ധാർമ്മിക കണ്ണാടിയായ 10 കൽപ്പന നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. If I come to God and say, Lord, am I righteous? Can I pass the judgment? Can I get into heaven? ദൈവസന്നിധിയിൽ ചെന്ന് ദൈവമേ ഞാൻ നീതിമാനായി തീരേണ്ടതിന് ഞാൻ നിന്റെ ന്യായവിധിയെ അതിജീവിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? I can look into the great moral mirror, which are the 10 commandments, and see if they approve me. ആ ധാർമ്മിക കണ്ണാടിയിൽ ദൈവത്തിന്റെ 10 കൽപ്പന പരിശോധിക്കുമ്പോൾ ഞാൻ അത് അനുസരിച്ചവനാണോ അത് അതിജീവിച്ചവനാണോ എന്ന് കാണുവാൻ സാധിക്കും. But if I have one sin, എന്നാൽ അതിൽ ഒന്ന് ഞാൻ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ and I say, am I approved? എനിക്ക് അത് വിജയിക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ The response will be, no, you're not approved because you sinned. അതിന്റെ പ്രത്യുത്തരം നമുക്ക് ലഭിക്കുന്നത് അല്ല, അഥവാ നീതിമാനല്ല എന്നുള്ളതായിരിക്കും. But I can say, well, I sinned once, but I did so many good things to repay for my sin. ഞാൻ ഒരു പാപം ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിലുപരി ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ന്യായവിധി അതിജീവിക്കുവാൻ കഴിയുമോ? I helped a friend who was going through a difficult time. എന്റെ ഒരു സുഹൃത്ത് കഷ്ടതയിലായിരുന്നപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ സഹായിച്ചു. I gave money to that poor man. ഞാൻ ഒരു സാധുവായ വ്യക്തിക്ക് ധാരാളം സമ്പത്ത് കാശ് കൊടുത്തു. I prepared food for that widow. ആ ഒറ്റയ്ക്ക് താമസിക്കുന്നതായ ആ സഹോദരിക്ക് വേണ്ടി ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തു. And I even hold some position at the church office. സഭയുടെ ഉന്നത നിലകളിൽ ഞാൻ ശുശ്രൂഷിച്ചു. So I made up for that sin. I know I sinned, but I made up for it already. ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ചെയ്ത തെറ്റിന് അത് പരിഹാരമാകുകയില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. Now let me ask you, does that work? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് പ്രാവർത്തികമാകുമോ? One sin can be paid by one good action. നാം ചെയ്തതായ ഒരു പാപത്തിന് നമ്മുടെ ഒരു നന്മ പ്രവൃത്തി പരിഹാരമാകുമോ? Yes or no? If I make one sin, if I do a good action, does it cancel my sin? ഞാൻ ചെയ്തതായ ഒരു തെറ്റിന് ഞാൻ ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ ആ തെറ്റ് തെറ്റല്ലാതാകുമോ? Yes or no? You can say yes. No? Are you sure? Okay, I don't know if everybody's sure. If I make one sin and then I do a good action, does that good action cancel the sin so that it is as if I never sinned? ഞാൻ ഒരു പാപം ചെയ്തു, എന്നാൽ ആ പാപത്തിന് പരിഹാരം എന്നവണ്ണം ഞാൻ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ഞാൻ ചെയ്ത പാപം അത് പാപമല്ല എന്ന രീതിയിൽ ദൈവം കണക്കാക്കുമോ? Yes? No. Okay. So we're clear. It doesn't cancel. Okay. So if I have a bank account and I withdraw more money than I should, I will be in the red. It will go below below zero. So I will be in the negative. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ഞാൻ പിൻവലിക്കേണ്ടത് കൂടുതൽ പണം അതിൽ നിന്ന് പിൻവലിച്ചാൽ എൻ്റെ അക്കൗണ്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കടത്തിലേക്ക് പോകും. So if I'm in the negative, what do I need to do to bring it back to zero? എൻ്റെ അക്കൗണ്ട് കടത്തിലാണ് എങ്കിൽ കടമല്ലാത്തതായ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? I just need to get money and deposit, right? ഞാൻ കാശ് എടുത്ത് ഈ അക്കൗണ്ടിൽ ഞാൻ നിക്ഷേപിക്കണം. So we're used to the going negative and then bringing back by doing the opposite. നാം കടത്തിലാകുമ്പോൾ കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കാശ് ഇട്ട് അത് ക്രെഡിറ്റിലാക്കുന്നതിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സർവ്വസാധാരണ ചെയ്യുന്ന കാര്യമാണ്. But does that work with sin?
എന്നാൽ പാപത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതായ പ്രവൃത്തി അത് അനിവാര്യമായി തീരും. I do something bad and then I do something good and it brings back to zero. ഞാൻ തെറ്റ് ചെയ്തതിനു ശേഷം ആ തെറ്റിനെ മാറ്റുന്നതിന് വേണ്ടി കുറെ നന്മകൾ ചെയ്താൽ ആ തെറ്റ് ക്ഷമിക്കപ്പെടുമോ? The answer is അതിന് ഉത്തരം എന്ന് പറയുന്നത് no. ഇല്ല, അല്ല എന്നാണ്. No. How do we bring, if we have a sin, how do we pay for it? നമുക്ക് ഒരു പാപമുണ്ടെങ്കിൽ ആ പാപത്തിന് പ്രതിക്രിയ നാം എന്താണ് ചെയ്യുന്നത്? Let's say I was coming here and somebody crossed in front, I said some bad words. That was sin, right? How can I pay for it? ഞാൻ ഒരു പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെ ആരെങ്കിലും ഇങ്ങനെ എൻ്റെ മുന്നിലൂടെ പോയി ഞാൻ കുറച്ച് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞു, അതിന് പരിഹാരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? That didn't happen, but I'm just giving you an example. പക്ഷേ അത് സംഭവിച്ചില്ല, ഞാനൊരു ഉദാഹരണമായി പറയുന്നതേ ഉള്ളൂ. How can I pay for that sin? ആ പാപത്തിന് എനിക്ക് എന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കും? There are two options. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Either I pay, ഒന്നുകിൽ ഞാൻ അതിന് പ്രതികാരം അല്ലെങ്കിൽ ഞാൻ അതിന് ഉപകാരം ചെയ്യുക, or somebody else pays. അതല്ലെങ്കിൽ മറ്റൊരാൾ അതിനു വേണ്ടി പ്രായശ്ചിത്തം. And that's for every sin. അത് തന്നെയാണ് എല്ലാ പാപത്തിനും പരിഹാരമായി തീരുന്നത്. If I say, I want to pay. ഒരുപക്ഷെ ഞാൻ അതിന് വില കൊടുക്കാം എന്ന് പറഞ്ഞാൽ How can I pay? എനിക്ക് എങ്ങനെ അത് കൊടുത്തു തീർക്കുവാൻ സാധിക്കും? Help me. You can help me. How can I pay for that? ഞാൻ ചെയ്തതായ തെറ്റിന് പരിഹാരം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിന് കടം തീർക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? No suggestions? ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? Well, the Bible says that the wages of sin is what? Death. So, if I want to pay for my sin, the only way is if I die. വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. അതുകൊണ്ട് നാം പാപം ചെയ്തവരാണ് എങ്കിൽ നമുക്ക് അത് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ മരിക്കണം. മരിക്കുമ്പോഴാണ് ആ പാപം ഇല്ലാതായിരിക്കുന്നത്. So let's go back to the mirror illustration. അങ്ങനെ നമുക്ക് വീണ്ടും ഈ കണ്ണാടിയുടെ പാഠത്തിലേക്ക് കടന്നു പോകാം. If I come to the law of God and say, Law, give me what I deserve, because I helped a lot of people today, give me what I deserve. ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നോക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ ധാർമ്മിക കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാണ്, ദൈവമേ ഞാൻ ചെയ്തതിനുള്ളതായ പ്രതിഫലം എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ I helped so many people today that I think now I deserve heaven a little bit at least. ഞാൻ ധാരാളം നന്മ പ്രവർത്തികൾ ചെയ്തു, ഞാൻ 12 തെറ്റുകളൊക്കെ ചെയ്തു, പക്ഷെ അതുപരിയായി എനിക്ക് നന്മ പ്രവർത്തികളുടെ മുൻതൂക്കമുണ്ട്. And I give a smile and say, now you can give me. What do I deserve? എന്നിട്ട് ദൈവത്തെ പറയുകയാണ്, ദൈവമേ എനിക്ക് അതെങ്ങനെ താങ്കൾക്ക് പ്രതിഫലം തരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ What will be the response? അതിന്റെ പ്രത്യുത്തരം എന്തായിരിക്കും? Heaven? Yes? Heaven or no? നാമെ ദൈവം സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമോ? If I come to the law and I say, give me what I deserve, will the law say, heaven or death? ന്യായപ്രമാണ പ്രകാരമുള്ളതായ നീതി എനിക്ക് ലഭിക്കേണ്ടതിന് ഞാൻ ചെന്നാൽ എനിക്ക് നീതി ലഭിക്കുമോ? I heard somebody say death. Do you agree? ആരോ ഒരാൾ അതിന്റെ പ്രതിഫലം മരണമാണ് എന്ന് പറഞ്ഞത് കേട്ടു, അത് ശരിയാണോ? But as I just mentioned, I helped a lot of people in that very day. Do I not deserve a little bit of heaven? ഞാൻ അനേക പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞാൻ അവരെയൊക്കെ സഹായിച്ചു, അതുകൊണ്ട് എനിക്ക് സ്വർഗം അവകാശമായി തന്നുകൂടെ? എനിക്ക് ലഭിക്കുകയില്ല. Do you know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because the law is only concerned with you following it all the time, all its precepts. That's what it's concerned. നിയമത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നിങ്ങൾ അതനുസരിക്കണം എന്നുള്ളതാണ്. എല്ലാ സമയവും അതനുസരിക്കണം എന്ന് മാത്രമാണ്. If you follow all the time, throughout all your life, the law will say you're approved. നാം നമ്മുടെ ജീവകാലം മുഴുവനും അത് അനുസരിക്കുകയും അത് തെറ്റിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിയമപരമായി നാം നല്ല ആൾക്കാരാണ്. But if only once you fail, like Adam and Eve eating once of that fruit. പക്ഷേ ജീവകാലത്ത് എപ്പോഴെങ്കിലും നാം ഒന്നിൽ പിഴച്ചു പോയാൽ what did they deserve? നമുക്ക് ലഭിക്കാതിരിക്കുന്ന എന്താണ്? Death. മരണമാണ്. It is the same with us. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ പോകുന്നത്. If we ask the law, what do I deserve? Do I give you what I deserve? The law will say, you don't want that. You don't want to try this route.
നാം ഈ ന്യായപ്രമാണത്തിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് അവകാശപ്പെട്ടത് നൽകുവാൻ തക്കവണ്ണം പറഞ്ഞാൽ എനിക്ക് മരണമാണ് ലഭിക്കുവാൻ പോകുന്നത്. So never can I come to the Lord and say, give me what I deserve. ഒരിക്കലും എന്റെ സ്വന്തം ശക്തിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രമാണം അനുസരിക്കുന്നു, അതിന്റെ നീതി എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നീതീകരിക്കപ്പെടുകയില്ല. Never can I come and say, now I deserve heaven at least a little bit. എനിക്ക് അതിന്റെ ഒരു ഓഹരിയെങ്കിലും തരണം എന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ അതിൽ നിന്ന് നീതി ലഭിക്കുകയില്ല. Now I deserve salvation because I'm doing all these good things. ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് രക്ഷ അവകാശമാക്കി തരണമെന്ന് പറഞ്ഞാൽ ലഭിക്കുകയില്ല. Because if I do that, I will be condemned. ഞാൻ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ നിയമപരമായി മരിക്കേണ്ടവനാണ്. How then can I receive righteousness? If not through the law, how can I receive righteousness? എനിക്ക് നിയമപരമായി ന്യായപ്രമാണത്തിലൂടെയുള്ളതായ നീതി എനിക്ക് ലഭിക്കുകയില്ല എങ്കിൽ എനിക്ക് എങ്ങനെയാണ് ദൈവ നീതി ലഭിക്കുക? The Bible says that for the wages of sin is death. ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. But the gift of God is eternal life through Jesus Christ our Lord. എന്നാൽ ദൈവത്തിന്റെ ദാനമോ നിത്യജീവൻ തന്നെ എന്ന് ബൈബിൾ പറയുന്നു. If I ask what I deserve, the law will say you deserve death. എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ എനിക്ക് മരണമാണ് അവകാശമായി ലഭിക്കാനിരുന്നത്. But if I ask, is there any other option? What will the Scripture say? എന്നാൽ എനിക്ക് അവകാശപ്പെട്ടതിൽ ഉപരിയായി എനിക്ക് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ the Scripture say sin needs to be paid for. വേദപുസ്തകം പറയുന്നത് പാപത്തിന് പരിഹാരം ഉണ്ടാകണം. You say, but how can I pay for my sin? എങ്ങനെ എനിക്ക് ആ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ സാധിക്കും? The Scripture will respond, you can pay yourself or you can accept somebody else to pay for you. വേദപുസ്തകം പറയുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി നമുക്ക് അതിന് പ്രതിവിധി ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി പ്രതിവിധി ചെയ്യുവാനോ സാധിക്കും. Who can pay for me? Can you? എനിക്ക് വേണ്ടി ആർക്ക് ആ പാപത്തിന് പകരം നൽകുവാൻ സാധിക്കും? Who can pay for my sin? എന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ആർക്ക് സാധിക്കും? Let me read 2 Corinthians 5:21. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. And it says, for he made him who knew no sin to be sin for us, that we might become the righteousness of God in him. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. Now, let's think about who the verse is talking about. Who is the first he? He made him. ഈ വേദപുസ്തകത്തിൽ പറയുന്നതായ അവൻ നമ്മെ എന്ന് പറയുന്നത് ആരെയാണ്? The first he is talking about God the Father. ആദ്യത്തെ അവൻ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. So the Father made his Son to be sin for us, even though he knew no sin. അവൻ നമുക്ക് വേണ്ടി എന്ന് പറയുന്നത് പാപമില്ലാത്തതായ രക്ഷകനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. But did he have sin? എന്നാൽ ക്രിസ്തുവിന് പാപം ഉണ്ടായിരുന്നു? Nothing at all. He never sinned. He was pure. തീർച്ചയായും ക്രിസ്തു പാപം ചെയ്തില്ല, പാപമില്ലാത്ത വ്യക്തിയായിരുന്നു. So he had no sin, and yet he receives all the sin. അവൻ പാപമില്ലാതിരിക്കെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ ചുമലിൽ ആയി. So something that he didn't deserve came to him. അവന് അർഹതപ്പെട്ടതല്ലാത്തതായ ഒരു ഭാരം അവന്റെ മേൽ ആയി. And receiving all that sin by becoming sin for us, he dies in our stead. അവന് അർഹതപ്പെട്ടതല്ലാത്തതായ ആ ഭാരം അവൻ ഏറ്റതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു, യാഗമായി തീർന്നു. That was his part. അതാണ് ക്രിസ്തുവിന്റെ ഭാഗം. Now comes our part. എന്നാൽ നമ്മുടെ ഭാഗം എന്താണ്? That we might become the righteousness of God in him. നാം ക്രിസ്തുവിലൂടെ അവന് നീതിയുള്ളവനായി തീരണം. How much righteousness do we have? നമുക്ക് എത്ര നീതിയുണ്ട് നാമിൽ? You can tell. How much? A little bit? നമ്മിൽ എത്രമാത്രം നീതിയാണ് ഉള്ളത്? A lot?
നമുക്ക് ധാരാളമുണ്ടോ? How much righteousness do we have? നമ്മിൽ എത്രമാത്രം നീതിയുണ്ട്? Zero. നമ്മിൽ ഒന്നുമില്ല. Nothing. ഒന്നും ഇല്ല. Which means that if we're going to make it to heaven, it cannot be by presenting ourselves before the law. We will not pass that test. നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിന് നീതീകരിക്കപ്പെടണമെങ്കിൽ നാം നമ്മെ നമ്മുടെ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ എന്നെ അവതരിപ്പിച്ച ഞാൻ ആ ന്യായപ്രമാണത്തിലൂടെ നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. We need to present something before the law. എന്നാൽ നാം ന്യായപ്രമാണത്തിന്റെ മുൻപാകെ മറ്റെന്തെങ്കിലും അവതരിപ്പിക്കണം. But it cannot be us. അത് എന്നെ ആകുവാൻ കഴിയുകയില്ല. We need to present something else before the law. മറ്റെന്തിനെങ്കിലും ആ നീതിയുടെ ന്യായീകരണത്തിന് വേണ്ടി അവതരിപ്പിക്കണം. Because in order for us to enter heaven, the law needs to be satisfied that we are righteous. നീതി ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറേണ്ടതിന് നീതിയായ എന്തിനെങ്കിലും അതിൽ ഫലപ്രാപ്തിക്ക് വേണ്ടി അവതരിപ്പിക്കുക തന്നെ വേണം. Do you know what we can present before the law? ഈ ന്യായപ്രമാണത്തിന് മുൻപാകെ നമുക്ക് എന്ത് നൽകുവാൻ കഴിയും? There was a white garment, white raiment that was prepared for us. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ഒരു വെള്ള വസ്ത്രമുണ്ട്. And it was prepared at a very high cost. അത് വളരെ വിലപ്പെട്ടാണ് ആ വസ്ത്രം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. That garment is offered us for free. ആ നീതി വസ്ത്രം നമുക്ക് നൽകി നമ്മെ നീതീകരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. It cost his life to prepare this garment. ആ നീതി വസ്ത്രം ധരിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തു തന്റെ ജീവനെ നൽകി. And he gives it to us. ആ തന്റെ ജീവനെ നമുക്ക് വേണ്ടി ബലി നൽകി. He says, if you try yourself, you will not pass. Take my righteousness, and you will pass. ആ നീതി വസ്ത്രം നമുക്ക് നൽകുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത് നിന്റെ നീതി പ്രവൃത്തികളൊന്നും തന്നെ ദൈവരാജ്യത്തിന് യോഗ്യത ഉണ്ടാകുകയില്ല, എന്നാൽ എന്റെ നീതി വസ്ത്രം അതിന് യോഗ്യതയുള്ളതായിരിക്കും. He says, don't think about what you did. You will not be able to pass the test if you trust in your merits. നാം നമ്മുടെ നല്ല പ്രവൃത്തികളെ ന്യായപ്രമാണത്തിന് മുൻപായി വെച്ച് ഞാൻ നീതിമാനായിക്കൊള്ളും എന്ന് ചിന്തിച്ചാൽ അത് ഒരു കാലത്തും സംഭവിക്കുകയില്ല. Take my garments, and the law will be satisfied. ആയതുകൊണ്ട് എന്റെ നീതി വസ്ത്രം എടുത്ത് നിന്നെ നീതീകരിക്കുവാൻ തക്കവണ്ണം ഇടുക. So we have the option, brothers and sisters. ആയതുകൊണ്ട് എന്റെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് മറ്റൊരു തിരഞ്ഞെടുപ്പുണ്ട്. We can present ourselves before God, saying, Lord, here am I. Can I be saved with my own merits? I tried a lot. നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് പറയാം, ദൈവമേ, എന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്, നിനക്ക് എന്നെ നീതീകരിക്കുവാൻ കഴിയുമോ? I fast and give tithes and help others. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദശാംശം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. I'm not like the common sinners, Lord. ഞാൻ സാധാരണ പാപികളെ പോലെയല്ല. Can I be accepted? എന്നെ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ? What will be the response? അതിന് പ്രത്യുത്തരം എന്തായിരിക്കും? Rejected. പറ്റില്ല. Go, the Bible says that they will go to the lake of fire, the accursed. വേദപുസ്തകം പറയുന്നത് കത്തുന്ന ആ തീയിലേക്ക് നമ്മളെ തള്ളപ്പെടും എന്നാണ്. For those Christ will say, depart from me. കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് എന്നെ വിട്ടു പോകുവിൻ. And why is that? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Because they don't trust God. They trust themselves. കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കുകയോ അവരുടെ പ്രത്യാശ വയ്ക്കുകയോ ചെയ്യുന്നില്ല. But for those who are distrustful of self, എന്നാൽ അവരെ സ്വയത്തിൽ ആശ്രയിക്കാത്തവർ, for those who know that they have no chance of receiving heaven on their own, സ്വന്തം പ്രവൃത്തിയാൽ അവർക്ക് ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളവർക്ക്, and who look for a power outside of themselves to save them, എന്നാൽ അവരിൽ നിന്നല്ലാതെ ദൈവത്തിൽ നിന്ന് രക്ഷ നേടുവാൻ തക്കവണ്ണം കഴിയും എന്ന് ചിന്തിക്കുന്നവർക്ക്, those are accepted. അവർ ദൈവരാജ്യത്തിൽ സ്വീകരിക്കപ്പെടും. And they will receive an abundant entrance in the kingdom of God. ദൈവരാജ്യത്തിൽ അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടും. Instead of walking in pride, they will walk in humbleness. അഹങ്കാരത്തോടുകൂടെ സ്വയം അഭിമാനത്തോടുകൂടെ നടക്കുന്നതിന് പകരം താഴ്മയോടുകൂടെ നടന്നാൽ
എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടും. We'll finish with this illustration. ഈ ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Two men come into the temple to pray. രണ്ട് വ്യക്തികൾ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. You remember this story? ഈ കഥ നിങ്ങൾക്കറിയാം. One comes erect, pompous, walking confidently. ഒരാള് വളരെ സ്വയം നീതിയോടുകൂടെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടുകൂടെ കടന്നു വന്നു. The other comes with his head bowed low. രണ്ടാമത്തെ ആള് തലയൊക്കെ കുളിച്ച് വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നു. The first one smiles and thanks God for what he is. ആദ്യത്തെ വ്യക്തി ദൈവസന്നിധിയിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്നു, സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. And he says, Lord, I thank you because I'm not like the other sinners. ദൈവത്തോട് നന്ദി പറഞ്ഞത്, ദൈവമേ ഞാൻ മറ്റുള്ള പാപികളെ പോലെ എല്ലാവരും ഞാൻ നിന്നെ സ്തുതിക്കുന്നു. And in fact, these are people that are so sinful. I'm glad I'm not like that. മറ്റുള്ള വ്യക്തികളെ നോക്കിയിട്ട് പറഞ്ഞു, ഇവരൊക്കെ മഹാപാപികളാണ്, ഞാൻ അവരെ പോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. Because Lord, you know, I give my tithe and I fast and I help others and I hold church office. Lord, it's unbelievable, but I'm doing so many good things. ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവാലയത്തിൽ വരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനാണ്. Thank you, Lord, because I'm already saved. ദൈവമേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. Let me ask you this. How much need does he feel? ഞാൻ അതിനുവേണ്ടി എന്താണ് നൽകേണ്ടത്? This prayer, do you sense a lot of need? He's needing something. He feels he needs. ഈ പ്രാർത്ഥനയിൽ തനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് ദൈവത്തോട് പറഞ്ഞു. Yes or no? Does he need anything? Does he feel he needs? ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചു. No, he's pretty satisfied with what he has. തനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ളതായ ഭാവത്തോടുകൂടിയാണ് He ദൈവസന്നിധിയിൽ doesn't come there to ask God for anything. He's just thanking God. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന ചിന്തയോടുകൂടി എല്ലാം മറിച്ച് തനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഭാവത്തോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വന്നത്. Now compare him to the other person. എന്നാൽ ആ വ്യക്തിയെ മറ്റൊരു പാപിയായ മനുഷ്യനുമായി താരതമ്യം ചെയ്യാം. The other man comes and he doesn't look up, he looks down. ആ വ്യക്തി സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കഴിയാതെ ഇങ്ങനെ തല കുമ്പിട്ട് ദൈവസന്നിധിയിൽ Instead of having a smile, he beats his breast. അവൻ വളരെ സന്തോഷത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വരുന്നതിന് പകരം അവൻ മാറത്ത് അടിച്ച ദൈവസന്നിധിയിൽ കടന്നു വന്നു. He knows his life is a disaster. തന്റെ ജീവിതം വളരെ നിരാശാജനകമായ ഒരു ജീവിതമാണെന്ന് അദ്ദേഹം അറിയാം. And he begs God for mercy. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരുണയ്ക്കായി അവൻ അപേക്ഷിക്കുകയാണ്. He just says, have mercy on me. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്നോട് കരുണ കാണിക്കുമാറാകണമേ. Does he need anything? അദ്ദേഹത്തിന് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ആവശ്യമുണ്ടോ? Does he feel his need? അദ്ദേഹത്തിന് ദൈവത്തിന്റെ ആവശ്യമുണ്ട് എന്നതായ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. Yes. He feels it. തീർച്ചയായും Jesus says that this man goes back home justified. കർത്താവ് പറഞ്ഞത് ഈ പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെട്ട് സന്തോഷത്തോടെ This man goes back home with the righteousness of Christ. ഈ വ്യക്തി ദൈവത്തിന്റെ നീതി പ്രാപിച്ചിട്ടാണ് കടന്നു പോകുന്നത്. Did you sense any pride in him? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ ഭാവം ഉണ്ടായിരുന്നു. It's like if he could see what he is. താൻ എന്താണ് എന്നുള്ളത് തനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Whereas the other man didn't feel at all what he was. എന്നാൽ ആദ്യത്തെ വ്യക്തിക്ക് തന്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. The other man goes back home just like he came, unforgiven. എന്നാൽ ആദ്യത്തെ വ്യക്തി താൻ എപ്രകാരമാണോ ദൈവസന്നിധിയിൽ കടന്നു വന്നത് ക്ഷമിക്കപ്പെടാതെ അവൻ മടങ്ങി പോവുകയാണ് ചെയ്തത്. Whereas the poor sinner, quote unquote, on which she was looking down, goes back home justified. എന്നാൽ ആദ്യത്തെ മനുഷ്യൻ ഈ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയെ പോലെ കണ്ടതായ പാപിയായ മനുഷ്യൻ അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു, അവൻ നീതീകരണം പ്രാപിച്ച് അവൻ കടന്നു പോകാൻ കാണാൻ സാധിച്ചു. Now let's bring to our current lives. നമ്മുടെ ഈ സമകാലിക ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Do we feel our need of Christ? ക്രിസ്തുവിന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ടോ? Do we consider ourselves such sinners that we cannot even enter into the presence of God without Christ?
ക്രിസ്തു ഇല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പോലും കഴിയുകയില്ല എന്നുള്ളതായ ഒരു അത്യാവശ്യമായ ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? Do we sense the mercy that God has in allowing us to be part of His people, although we are so sinful? നാം പാപികളായിരിക്കുന്നത് കൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആവശ്യകത നാം അത്യാവശ്യമായി നമ്മുടെ ചിന്തകളിൽ മനസ്സുകളിൽ ഉണ്ടോ? And do we come to Him asking for mercy? നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നുണ്ടോ? If so, we will find mercy. നാം അങ്ങനെ അപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ കരുണ നമുക്ക് We ലഭിക്കും. will be justified. നമ്മെ ദൈവം നീതീകരിക്കും. And by being justified, we will receive salvation in heaven as a result. ദൈവം നമ്മെ നീതീകരിക്കുന്നത് കൊണ്ട് തന്നെ നാം സ്വർഗത്തിന് യോഗ്യതയുള്ളവരായിരിക്കും. But if we come to Him not needing anything, we will leave without receiving anything. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ളതായ ചിന്തയോടുകൂടെ വന്നില്ല, എനിക്കെല്ലാം ഉണ്ട് എന്ന ചിന്തയോട് വരികയാണെങ്കിൽ ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുകയുമില്ല, ദൈവരാജ്യം നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുമില്ല. Brothers and sisters, pray that God will open your eyes എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. to see your need, നമ്മുടെ ആവശ്യങ്ങളെ കാണുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. so that you can come to Him and receive salvation. അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവത്തിന്റെ നീതി പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us not trust our own merits. നമ്മുടെ സ്വയ നീതി ദൈവസന്നിധിയിൽ വിടാൻ വേണ്ട. Let us not be like the Pharisees. നാം പരീശന്മാരെ പോലെ ആയി തീരുകയും വേണ്ട. Let us cry for mercy and we will obtain. നാം ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി അപേക്ഷിക്കുകയും ദൈവത്തിന്റെ നീതി ലഭിക്കുകയും ചെയ്യുന്നവരായിരിക്കട്ടെ. And we'll finish reading Jeremiah 23 verse 6. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. Jeremiah 23 verse 6, in which it says, ഇവിടെ ഇപ്രകാരം പറയുന്നു, in his days Judah shall be saved, അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, and Israel shall dwell safely. ഇസ്രായേൽ നിർഭയമായി വസിക്കും. And this is his name whereby he shall be called, അവന് യഹോവ നമ്മുടെ നീതി എന്ന പേർ പറയും, the Lord our righteousness. എന്ന യഹോവയുടെ അരുളപ്പാട്. You either have your own righteousness or we have his righteousness. നാം നമ്മുടെ നീതിയാലല്ല ദൈവത്തിന്റെ നീതിയാൽ തന്നെ അറിയപ്പെടും. How many would like this morning to absolutely reject our own self-righteousness and receive the righteousness of Christ? ദൈവത്തിന്റെ നീതി പ്രാപിക്കുവാൻ, നമ്മുടെ സ്വയ നീതിയെ മാറ്റിവെച്ച് ക്രിസ്തുവിന്റെ നീതി പ്രാപിക്കുവാൻ നാം എത്ര പേര് ആഗ്രഹിക്കുന്നു? Let me see your hands. നിങ്ങളുടെ കരങ്ങളെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ.